എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ സോസേജ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. 5-6 സോസേജ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത്, 2 വറ്റൽമുളക്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കടുക്, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 തക്കാളി അതിൽ ഉള്ളിലെ കാമ്പും കുരുവെല്ലാം കളഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേരള സ്റ്റൈലിൽ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ സോസേജ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് സോസേജ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവോള, കൊത്തിയരിഞ്ഞ സവോള ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. സ്റ്റൗ സിം ഫ്ലെയിമിലേക്ക് ഇടണം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പകുതി ഭാഗം, ചിക്കൻ മസാല, പെരിഞ്ജീരകം പൊടിച്ചത്. പൊടികളുടെ ആ പച്ചമണം പോകുന്നവരെ എടുക്കണം. പൊടികളെല്ലാം പച്ചമണമെല്ലാം പോയി മുറിച്ച് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സോസേജും മസാലകളെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ആയി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ തീ നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കറി ഒന്ന് നോക്കാം. സോസേജൊക്കെ എല്ലാം വെന്തിട്ടുണ്ട്. സോസേജ് ഓൾറെഡി പകുതി വെന്തതാണല്ലോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുറുകി ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതോടൊപ്പം ഗരം മസാല, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, കറിവേപ്പില എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ടത് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു മിനിറ്റോടെ കഴിഞ്ഞു. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തു. കേരള സ്റ്റൈലിൽ ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ സോസേജ് കറി ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേരള സ്റ്റൈൽ ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ സോസേജ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളിത് ഇവിടെ ചെയ്തെടുത്തു. നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.